ഞാൻ സുമാസനുണ്ടാകും ഡാൻസ് ടീച്ചർ, ബ്യൂട്ടീഷ്യൻ കൂടാതെ ക്രാഫ്റ്റ് ട്രെയിനറും. ഏവർക്കും എൻ്റെ സൂര്യ ക്രാഫ്റ്റ് ചാനലിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഈർക്കൽ കൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അതിലൊരു ഐറ്റമാണ് ഞാനിപ്പം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: പൈപ്പ് വേണം, ബ്രഷ് വേണം, കെട്ടാൻ ഒരു ചരട് വേണം, ആവശ്യമായ പെയിൻറ് വേണം, ഫെവിക്കോൾ വേണം, കത്രിക വേണം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഒരു ഉരുളം പൈപ്പ് നമുക്ക് ആവശ്യമാണ്. അത് ഏത് പൈപ്പായാലും നിങ്ങൾക്ക് എടുക്കാം. ഉരുണ്ട ഒരു സാധനം കമ്പ എന്തായാലും മതി. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഈ ഉരുളൻ പൈപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമായ ഉരുളൻ കമ്പോ എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യുന്നത്. ടൈറ്റായിട്ട് ഈ കമ്പി വെച്ച് കെട്ടുക പൈപ്പിൽ. ഈ പൈപ്പിലോട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം. നിങ്ങൾക്ക് എത്രത്തോളം ചുറ്റാൻ പറ്റും അത്രത്തോളം ചുറ്റിയെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ചുറ്റിയിട്ട് ഒരു ദിവസം വെച്ചേക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അഴിച്ചെടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ കെട്ടിവെച്ചിരുന്ന പൈപ്പിലെ ഈർക്കൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരാഴ്ചയൊക്കെ നമ്മളിങ്ങനെ ചുറ്റി എവിടെയെങ്കിലുമൊക്കെ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് ചുരുണ്ട് വളഞ്ഞിരിക്കേ. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് കളർ വരുത്തുകയാണ്. ഞാൻ ഇനാമിൽ പെയിൻ്റാണ് പെടുത്തുന്നത്. രണ്ട് മൂന്ന് കളർ അടിക്കുന്നുണ്ട്. റെഡ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ അടിക്കാം. എൻ്റെ ഇതിപ്പോൾ ഉള്ള കളറൊക്കെ വെച്ച് അടിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ അടിക്കാം. അവരവർക്ക് ഇഷ്ടമുള്ള ചോയ്സ് അനുസരിച്ച് ഏത് കളറും വരട്ടാം. ഞാൻ ഇച്ചിരി യെല്ലോ വരട്ടുന്നു. റെഡ്. അപ്പം ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കട്ടെ. 5-10 മിനിറ്റ് വെക്കാം, എത്ര വേണമെങ്കിലും വെക്കാം. ഞാനിപ്പോൾ ഞാനിങ്ങനൊരു ഫ്ലവർ വേഴ്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ആവശ്യത്തിനാണ്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചുമ്മാ ഒന്ന് വെക്കുകയാണ്. ഞാൻ വേറെ ഫ്ലവർ വേഴ്സ് ചെയ്യുന്നുണ്ട് ഇത് വെക്കാൻ വേണ്ടി. എനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഫ്ലവർ വേഴ്സിനകത്ത് ഇത് ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് വേറെ ഓരോന്നും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒരു ഫ്ലവർ വേഴ്സ് ഇപ്പോൾ റെഡിയാക്കുന്നുണ്ട്. ഇപ്പം തൽക്കാലം ഇതൊന്ന് ട്രൈ ആവാൻ വേണ്ടി പെയിൻ്റ് അടിച്ചല്ലേ, അപ്പം വേറെ ഒന്നും പറ്റരുതല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ആ ഫ്ലവർ വെക്കാനായിട്ടുള്ള ഒരു ഫ്ലവർ വേഴ്സ് ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ഒരു പൈപ്പാണ് അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഏത് പൈപ്പും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വൈറ്റ് സിമെൻ്റാണ് എടുക്കാൻ പോകുന്നത്. 1 ഗ്ലാസ് വൈറ്റ് സിമെൻറ്റ് വേണം. ഞാൻ അളക്കുന്നില്ല, സ്വന്തം എനിക്കറിയാം. ഒരു ശകലം ഫെവിക്കോൾ വേണം. 1 സ്പൂൺ ഫെവിക്കോൾ വേണം. ആവശ്യത്തിന് 1/2 ഗ്ലാസ് വെള്ളം. ഇത് വെള്ളവും ഫെവിക്കോളും വൈറ്റ് സിമെൻറ്റും കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് തേക്കുകയാണ്. ബ്രഷ് കൊണ്ട് തേക്കുകയാണ്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ പൈപ്പിലേക്ക് സിമെൻറ്റ് പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ വൈറ്റ് സിമെൻറ്റ് കൊണ്ട് ഞാൻ ഇതിലൊരു ഡിസൈൻ കൊടുക്കും. ഇതൊന്ന് കുറച്ച് ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആവുമ്പോഴത്തേക്ക് ഇതിലൊരു ഡിസൈൻ കൊടുക്കണം. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. ഒരു 15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് ഡ്രൈ ആവും. നമുക്കത് കഴിയുമ്പോഴത്തേക്ക് ഇതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒരു ഡിസൈൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇത് കലക്കി വെച്ചിരിക്കുന്ന ആ വൈറ്റ് സിമെൻറ്റോട് ഞാനൊരു ഡിസൈൻ കൊടുക്കാൻ പോവാണേ. അങ്ങനെ ചുറ്റും നമ്മളിങ്ങനെ ഈ കൈയുടെ തുമ്പ് വിരൽ കൊണ്ട് ഡിസൈൻ കൊടുക്കുകയാണ്.
ഇതങ്ങനെ 1 മണിക്കൂർ ഇരിക്കട്ടെ. 1 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കിതിൽ പെയിൻറ്റ് ചെയ്ത് ഫ്ലവർ പിടിപ്പിക്കാം. ഓക്കെ, ഇതിലോട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി കലക്കി വെച്ചിരിക്കുന്ന സിമെൻറ്റ് തേക്കുകയാണ്. ചുറ്റിനും ഹോളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കിതിലേക്ക് ഇച്ചിരി ഫെവിക്കോൾ വെക്കണേ. ഇതിനകത്ത് ഫ്ലവർ പിടിപ്പിക്കണമെങ്കിൽ ഫെവിക്കോൾ ഒട്ടിക്കണം. അങ്ങനെ ചുറ്റിനും എല്ലാത്തിനകത്തും ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫെവിക്കോൾ വെക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഈർക്കലില്ല, നമ്മൾ എല്ലാ ഈർക്കലിനകത്തും നമ്മൾ ഫെവിക്കോൾ പുരട്ടിയിട്ടുണ്ട്. ചുറ്റും നമ്മൾ പുരട്ടിയിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ തെർമോക്കോളിൻ്റെ ബോളാണിത് ഫിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ കണ്ടു നോക്കാം. ചുറ്റിനും എല്ലാത്തിലും ഇടയ്ക്കിടയ്ക്ക് ഇടകലർന്ന് നമ്മളിങ്ങനെ ഒട്ടിക്കണം. ഫെവിക്കോള് പിന്നെ തേച്ച ഉടനെ നമ്മളിത് ഒട്ടിക്കരുത്, പിടിക്കില്ല. ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം ഒട്ടിക്കണം. എങ്കിലേ ആ ഫെവിക്കോളൊന്ന് ഡ്രൈ ആവത്തുള്ളൂ. അതിന് ശേഷം നമ്മൾ ഒട്ടിക്കണം. അങ്ങനെ നമ്മൾ എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഈ പോട്ടിന് ഞാൻ ബ്ലാക്ക് ഇനാമിൽ പെയിൻ്റാണ് അടിക്കാൻ പോണത്. ഈ പെയിൻ്റാണ്. ഞാൻ എല്ലായിടവും തേക്കുന്നില്ല, അതൊരു ഡിസൈൻ പോലെ അങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ ചുറ്റിനും തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഈ ബ്ലാക്ക് അടിച്ചത് ട്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി ഗ്രീൻ അടിച്ചു കൊടുക്കാം. അത് ട്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി ക്ലിയറും കൂടെ അടിച്ചു കൊടുക്കണം. അതായത് അപ്പോഴും നല്ല ഗ്ലേസിങ് ആയിരിക്കും പെയിൻ്റ് അടിച്ചതിനൊക്കെ. ഏത് സാധനം പെയിൻ്റ് അടിക്കുമ്പോഴും നമ്മൾ ഇനാമൽ പെയിൻ്റ് അടിക്കുമ്പോൾ ക്ലിയർ അടിച്ചു കൊടുക്കണം, എങ്കിലേ ആ ഗ്ലേസിങ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതൊരു കുറച്ച് സമയം ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ പെയിൻറ്റ് ഉണങ്ങി കഴിയും. ഇനാമൽ പെയിൻ്റ് അടിച്ചത് അത് അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ക്ലിയർ അടിച്ച് ഫിനിഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞു. ഞാനിപ്പം ക്ലിയർ അടിക്കുകയാണേ. ഏത് ഇനാമൽ പെയിൻ്റ് അടിക്കുമ്പോഴും നമ്മൾ ഇച്ചിരി സിൽക്ക് അടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല ഗ്ലേസിങ് ആയിരിക്കും. ഇത് അടിച്ചു കഴിയുമ്പോൾ ഫിനിഷിംഗ് ആയി. അപ്പോൾ ഫ്ലവറെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഈ ഫ്ലവർ വേഡ്സ് റെഡിയായി. അടുത്ത ഒരു ഐറ്റവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതാ വരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.